ഹലോ നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ കോഡൺ PSCയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സാർ നിങ്ങൾക്കുമായിട്ട് വന്നിട്ടുള്ള ഒരു സെഗ്മെന്റ് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ്. ഏതൊരു PSC എക്സാം നോക്കിക്കഴിഞ്ഞാലും ശരി, അത് LGS ആകട്ടെ, LD ആകട്ടെ, 10th പ്രിലിംസ് ആകട്ടെ, +2 ലെവൽ ആകട്ടെ, എന്നാൽ ഡിഗ്രി ലെവലായിട്ട് ഏത് ലെവൽ എക്സാമിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പിക്കാണ് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം എന്ന് പറയുന്ന ടോപ്പിക്ക്. ഏകദേശം 1916 മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നിടം വരെയുള്ള കേരള പ്രൊവിഷണൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്ന കാലഘട്ടം വരെയുള്ള ഒരു ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സമ്മേളനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏകദേശം ആനി ബെസന്റിന്റെ ഒരു ഹോം റൂൾ പ്രസ്ഥാനം മദ്രാസ് കേന്ദ്രീകരിച്ച, പണ്ട് ഈ മലബാർ എന്ന് പറയുന്നത് മദ്രാസ് പ്രൊവിൻഷ്യന്റെ കീഴിലായിരുന്നല്ലോ. അപ്പം അതിനെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള, അതിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങളെ പറ്റിയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോ മലബാർ രാഷ്ട്രീയ സമ്മേളനമായിട്ട് നോക്കാം. ഒന്നാമത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം, പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 പാലക്കാട് ആനി ബസന്റിന്റെ അധ്യക്ഷതയിലായിരുന്നു. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിലായിരുന്നു. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് KP കേശവ മേനോനുമാണ്. അപ്പം പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ നടന്നത് 1916 പാലക്കാടാണ്, ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ്. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തില് ഞാനിതൊന്ന് എടുത്തോട്ടെ. അപ്പൊ പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 പാലക്കാട് ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന രീതിയിലുള്ള പ്രമേയം അവതരിപ്പിച്ചത് KP കേശവ മേനോനാണ്. KP കേശവ മേനോൻ. അപ്പം ഒന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട 4 പോയിന്റുകൾ. എന്നാണ് നടന്നത്? 1916. ആരുടെ അധ്യക്ഷതയിൽ? ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ. എവിടെ? പാലക്കാട്. ആ പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള രീതിയിൽ പ്രമേയം അവതരിപ്പിച്ച ആരാണ് ചോദിച്ചാൽ അതിൽ KP കേശവ മേനോനാണ്. ഇനി നമുക്ക് രണ്ടാം ജില്ലാ മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 ഒന്ന്, 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. സർ CP രാമസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. സർ CP രാമസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. രണ്ടാം ജില്ലാ മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1917 കോഴിക്കോട് വെച്ചായിരുന്നു. സർ CP രാമസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, സർ CP രാമസ്വാമി അയ്യർ അധ്യക്ഷനായിട്ടുള്ള മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ്. അപ്പോൾ ഒന്നിലാരായിരുന്നു? ആനി ബസന്റിൽ. 1916 പാലക്കാട് ഇല്ലേ? KP കേശവ മേനോൻ എന്തു അവതരിപ്പിച്ചു? ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു. എങ്കിൽ മക്കളെ, നമ്മൾ മൂന്നാം ജില്ലാ മലബാർ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് പോകുന്നു. മൂന്നാം ജില്ലാ മലബാർ കോൺഗ്രസ് സമ്മേളനം 1918 തലശ്ശേരിയിൽ ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു. അപ്പം മൂന്നാം ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന 1918 തലശ്ശേരിയിൽ ആസാദ് അലി ഖാൻ ബഹദൂർ അധ്യക്ഷനായിട്ടുള്ള മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം. ഇനി നാലാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം 1919 വടകരയിലെ KP രാമനായിരുന്നു അധ്യക്ഷൻ. നാലാം ജില്ലാ മലബാർ കോൺഗ്രസ് സമ്മേളനം 1919 വടകരയിലെ KP രാമനായിരുന്നു അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. എങ്കിൽ അഞ്ചാം ജില്ലാ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയില് കസ്തൂരി രംഗ അയ്യരായിരുന്നു 1920 മഞ്ചേരിയിൽ നടന്നിട്ടുള്ള മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിലോ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിലോ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിലോ അങ്ങനെ ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. അഞ്ചാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിലെ അധ്യക്ഷൻ
കസ്തൂരി രംഗ അയ്യരായിരുന്നു 1920 മഞ്ചേരിയിൽ വെച്ചാണ് നടന്നത്. ഇതിൽ വലിയ സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സ്കോറിങ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ചോദിച്ചിട്ടുള്ള 5ാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തെ പറ്റി, അല്ലെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെ പറ്റിയാണ്. അപ്പം 5ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം. ഇത് 5ാം മലബാർ ജില്ലാ സമ്മേളനമായിരുന്നു. അപ്പോൾ ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയവ ചർച്ച ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ്? ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, അതുപോലെ എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയവ ചർച്ച ചെയ്തിട്ടുള്ള മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം അത് 1920 മഞ്ചേരിയിലാണ് നടന്നത്. 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ്. ഇതിൽ വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ വേദിയിൽ നിന്നും ആനി ബെസന്റും അനുയായികളും എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. ഇതിനെ കേരളത്തിലെ സൂററ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ സൂററ്റ് എന്നാണ് 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം അറിയപ്പെടുന്നത്. 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം അറിയപ്പെടുന്നത് കേരളത്തിന്റെ സൂററ്റ് എന്നാണ്. എന്തുകൊണ്ടാണ് സൂററ്റ്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ്. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഇറങ്ങിപ്പോയിട്ടുള്ള കോൺഗ്രസിന്റെ സമ്മേളനം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? 5ാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് കേരളത്തിന്റെ സൂററ്റ് എന്ന് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് ആരിറങ്ങിപ്പോയി? ആനി ബെസന്റും അനുയായികളും എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. സോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇത് പഠിപ്പിക്കാം എന്നാണ് ഞാൻ ഏറ്റിട്ടുള്ളത്. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 പാലക്കാട്. ആനി ബെസന്റ് ആയിരുന്നു അധ്യക്ഷ. 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ച KP കേശവമേനോനാണ്. 2ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1917 കോഴിക്കോടാണ്. സർ CP രാമസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. 3ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന 1918 തലശ്ശേരി ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു അധ്യക്ഷൻ. 4ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1919 വടകര KP രാമനായിരുന്നു അധ്യക്ഷൻ. 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിൽ കസ്തൂരി രംഗ അയ്യരായിരുന്നു അധ്യക്ഷൻ. അതറിയപ്പെടുന്നത് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയവ ചർച്ച ചെയ്തിട്ടുള്ള രാഷ്ട്രീയ സമ്മേളനമാണ് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം, 5ാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനി ബെസന്റും കൂട്ടരും എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. തുടർന്ന് ഇത് അറിയപ്പെടുന്ന പേര് കേരളത്തിലെ സൂററ്റ്. മക്കൾ ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഏത് പ്രിലിംസ് ആയാലും ശരി, മെയിൻസ് ആയാലും ശരി, പ്രസ്താവന രൂപത്തിലാണെങ്കിൽ പരീക്ഷയ്ക്ക് വന്നാലും ശരി, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു 5 മിനിറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ട ശേഷം കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി, കൂടുതൽ PSC ആയി ബന്ധപ്പെട്ട കൂടുതൽ 5 മിനിറ്റ്സ് വീഡിയോയ്ക്ക് വേണ്ടി ഈ കോഡോണിൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ